മുതലാളിത്തത്തിന്റെ ചൂഷണം, മുതലാളിത്തത്തിന്റെ ദയാരഹിതമായ ചൂഷണം, ആ ചൂഷണത്തിനെതിരായ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു വിമോചന സ്വപ്നം എന്ന നിലയിലാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്തിലെല്ലാം പ്രചാരം നേടുന്നത്. 1949 ന്യൂയോർക്കിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച, പിന്നീട് വിശ്വപ്രസിദ്ധമായി മാറിയ മന്ത്ലി റിവ്യൂ എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ ലക്കത്തിൽ, 49 ആദ്യ ലക്കത്തിൽ ലോകപ്രശസ്തനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിന്റെ തലക്കെട്ട് വൈ സോഷ്യലിസം എന്നാണ്. എന്തുകൊണ്ട് സോഷ്യലിസം? ലേഖനം എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ, പിന്നീട് നോബൽ സമ്മാനത്തിനൊക്കെ അർഹനായി മാറിയ, ലോകം ആദരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം മന്ത്ലി റിവ്യൂവിൽ എഴുതുന്നു എന്തുകൊണ്ട് സോഷ്യലിസം. വളരെ ദീർഘമായ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലെ ഏറെ പ്രസക്തമായ ഒരു വാചകം ഇങ്ങനെയാണ്. ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ അഭിപ്രായത്തിൽ മുതലാളിത്ത സമൂഹത്തിലെ സാമ്പത്തിക അരാജകത്വമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം. ഇതാണ് ഐൻസ്റ്റൈൻ മുൻപോട്ട് വെക്കുന്ന ആശയം. മുതലാളിത്ത സമൂഹത്തിന്റെ സാമ്പത്തിക അരാജകത്വമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സാമ്പത്തിക അരാജകത്വത്തിന്റെ പേരാണ് ചൂഷണം. ആ ചൂഷണം മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്നുവെന്നും, മുതലാളിത്തം അമിത ലാഭമുണ്ടാക്കാൻ തൊഴിലാളികളെ അടിമകളായി ജോലി ചെയ്യിപ്പിക്കുന്നുവെന്നും, അവരെ ഊറ്റി ചോര കുടിക്കുന്നുവെന്നും, അവരെ ദരിദ്ര പശ്ചാത്തലത്തിൽ ജനിച്ച് ദരിദ്രരായി വളർന്ന് ദരിദ്രരായി തന്നെ മരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമായി മുതലാളിത്തം നിലനിൽക്കുന്നുവെന്നുമുള്ള വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സോഷ്യലിസം എന്ന ആശയം പ്രസക്തമാവുന്നത്. ആ ആശയം, സമത്വം എന്ന ആശയം, തുല്യത എന്ന സാമൂഹ്യ വ്യവസ്ഥ, ഉള്ളവനും ഇല്ലാത്തവനുമില്ലാത്ത, ചൂഷണമില്ലാത്ത, എല്ലാവരും സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന, സ്വകാര്യ സ്വത്ത് അതിരില്ലാതെ കുമിഞ്ഞുകൂടാൻ അനുവദിക്കാത്ത, എല്ലാ സ്വത്തും ജനങ്ങളുടേതാണ് അഥവാ നാടിൻ്റെതാണ് എന്ന സങ്കല്പം മുൻപോട്ട് വെക്കുന്ന ആ സോഷ്യലിസം ലോകമെമ്പാടുമുള്ള മഹാരഥന്മാരായ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്, അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളുമായി കൊള്ളണമെന്നില്ല. H.G. വെൽസിനെ പോലെ, ജോർജ് ബെർണാഡ് ഷായെ പോലെ, എന്തിനധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ ഇതുപോലെ പ്രചോദിപ്പിച്ച മറ്റൊരാശയം വേറെയില്ല. 1917 നെഹ്റുവിന് ഒരു മകൾ ജനിക്കുന്നത്, അഥവാ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത് 1917. ഇന്ദിരാഗാന്ധിയുടെ ജന്മവർഷം 1917. 1917 മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. മഹത്തായ ഒക്ടോബർ വിപ്ലവം നടന്ന, ലെനിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവം യാഥാർത്ഥ്യമായ സോഷ്യലിസം എന്ന ആശയം ലോകത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്ന അധികാര കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന ആ വർഷമാണ് തനിക്കൊരു മകൾ ജനിച്ചത് എന്നത് നെഹ്റു വളരെ ആവേശത്തോടെ, ആഹ്ലാദത്തോടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് തന്നെ എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം ആ കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട്. നീ ജനിച്ച വർഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിനക്കറിയുമോ? അന്നാണ് ലോകത്തിലെ ഗണ്യമായൊരു വിഭാഗം ജനത അക്ഷരാർത്ഥത്തിൽ വിമോചനം നേടിയ മഹത്തായ സാമൂഹ്യ വിപ്ലവം നടന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 1936 AICC സമ്മേളനം ലക്നൌവിൽ വെച്ചാണ് നടന്നത്. 1936 ലക്നൗ സമ്മേളനത്തിൽ, കോൺഗ്രസ് സമ്മേളനത്തിൽ നെഹ്റുവിന്റെ പ്രസംഗം മുഖ്യമായും സോഷ്യലിസം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ളതായി. ആ പ്രസംഗത്തിൽ നെഹ്റു പറയുന്നു, ഇന്നത്തെ ലോക സമസ്യകൾക്കും നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഏക പരിഹാര മാർഗം സോഷ്യലിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പൊ നാട്ടിലുള്ള ചില കോൺഗ്രസ്സുകാരൊക്കെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം കാര്യമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എതിർക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ധരിച്ചു വശായിട്ടുണ്ട്. അങ്ങനെയല്ല. സോഷ്യലിസം എന്ന ആശയത്തോട് മരണം വരെ ഏറ്റവും ഉയർന്ന ആദരവ് പ്രകടിപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറയുന്നു, ആഗോള സമസ്യകൾക്കും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി, പരിഹാര മാർഗം സോഷ്യലിസമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
ആ പ്രസംഗത്തിൽ തന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, പട്ടിണി, അടിമത്തം, ഇതെല്ലാം അവസാനിപ്പിക്കാൻ സോഷ്യലിസം അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നെഹ്റു ഒരു സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്നു. നെഹ്റു പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം ഒരു സോഷ്യലിസ്റ്റ് സംഘടനയാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതൊട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം 1936 പ്രസംഗം എന്ന് ഓർക്കണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന പരിമിതമായ ലക്ഷ്യത്തെ പോലും പര്യാപ്തമാക്കാൻ കഴിയും വിധം, അതിനെ ഉൾക്കൊള്ളാൻ കഴിയും വിധം കോൺഗ്രസ് ഇനിയും മാറിയിട്ടില്ല. നമ്മുടേത് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. ദേശീയ തലത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനാവൂ അദ്ദേഹം പറയുകയാണ്. ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് ലോകത്തെ കാണാനും ചിന്തിക്കാനുമുള്ള വളർച്ച കോൺഗ്രസിനില്ല എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ AICC സെഷനിൽ നെഹ്റു തന്നെ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സോഷ്യലിസ്റ്റ് സംഘടനയാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും അന്നത്തെ വർത്തമാനകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ പ്രസംഗിച്ച നേതാവിന്റെ പേരാണ് നെഹ്റു. അതായിരുന്നു ആ കാലഘട്ടം ലോകമാകെ ചിന്തിച്ചിരുന്ന ഒരു പൊതു രീതി. അതുകൊണ്ടാണ് 36 ആയപ്പോഴേക്ക് സോവിയറ്റ് യൂണിയൻ ലോകത്തിന്റെ മുൻപിൽ ഒരു ബദൽ പരിപ്രേക്ഷ്യം തുറന്നു വെച്ചു. സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായി ലോകത്തിലെ വിമോചനത്തിൻ്റെതായ ഒരു പുതിയ അധ്യായം തുടക്കം കുറിച്ചു. അമേരിക്കയോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന, ഏത് രംഗങ്ങളിലും മത്സരിക്കാൻ കഴിയുന്ന, ഏത് സാധാരണക്കാരന്റെയും ജീവിതം ദുരിതമില്ലാത്തതായി മാറ്റാൻ കഴിഞ്ഞ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ മുൻപോട്ട് പോയ ഒരു ഘട്ടമായിരുന്നു അത് ലോകത്തിൽ ഒട്ടേറെ രാജ്യങ്ങളെ പ്രചോദിപ്പിച്ചു. സോവിയറ്റ് യൂണിയന്റെ വഴിയെ കിഴക്കൻ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. എന്നാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു, ശിഥിലമായി. സോഷ്യലിസ്റ്റ് ഭരണക്രമം ഇല്ലാതെയായി. സോവിയറ്റ് യൂണിയന് പുറകെ അതിന് തൊട്ട് മുൻപും കിഴക്കൻ യൂറോപ്പിലെ മറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും ഓരോന്നായി സോഷ്യലിസ്റ്റ് ഭരണക്രമങ്ങൾ ശിഥിലമാക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ലോകമെമ്പാടും സോഷ്യലിസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന പ്രചരണം പ്രചണ്ഡമായി ഉയർന്നു വന്നു. ആ പ്രചരണത്തിന് മുതലാളിത്ത ലോകം, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ട് നേതൃത്വം കൊടുത്തു. അവർ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സോഷ്യലിസം എന്നാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്, മരണമടഞ്ഞ ആശയമാണ് സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന പ്രചാരവേലയ്ക്കാണ് നേതൃത്വം കൊടുത്തത്. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും മുതലാളിത്ത ശക്തികളുടെ നേതൃത്വത്തിൽ ഈ പ്രചാരവേല കൊടുങ്കാറ്റു കണക്കെ ആഞ്ഞു വീശി. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ കൊടുങ്കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർട്ടിയുടെ പേര് മാറ്റി, ചിലർ കൊടിയുടെ നിറം മാറ്റി. അന്റോണിയോ ഗ്രാംഷിയെ പോലെ മഹാരഥന്മാരായ നേതാക്കന്മാർ, സെക്രട്ടറിമാരായിരുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടു. ഇതായിരുന്നു ആ കാലം. ഒരുപക്ഷെ ഇതിൽ കുറെ ആളുകളെങ്കിലും അത് ഓർമ്മിക്കുന്നുണ്ടാവും. 33 വർഷമേ ഇപ്പോൾ ആയിട്ടു. കേരളത്തിൽ എത്ര വലിയ ആക്രമണമാണ് നമുക്കെതിരെ ഉണ്ടായത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ ശവപ്പെട്ടി ഘോഷയാത്രകൾ നടന്നു. ചുവന്ന നിറത്തിൽ അലങ്കരിച്ച ശവപ്പെട്ടി മേൽ അവർ എഴുതി വെച്ചു, ജനനം 1917, മരണം 1991. 74-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ കമ്മ്യൂണിസത്തിന്റെ വേർപാടിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് എഴുതി വെച്ചത്. മലയാള മനോരമ ദിനപത്രം CPIM പിരിച്ചുവിടണം എന്ന ഉപദേശമാണ് നമുക്ക് നൽകിയത്. പക്ഷേ അന്നത്തെ സാർവദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CPIMന്റെ 14-ാം പാർട്ടി കോൺഗ്രസ് 1992 മദ്രാശിയിൽ സമ്മേളിച്ചപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സാർവദേശീയ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിലെ രാഷ്ട്രീയ വിഷയങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട്
CPIM-ന്റെ 14-ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം ഇങ്ങനെ പറഞ്ഞു: സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത് സോഷ്യലിസത്തിന്റെ തകർച്ചയല്ല, അത് പ്രയോഗത്തിന്റെ പാളിച്ചയാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ തകർച്ചയല്ല, പ്രയോഗത്തിന്റെ പാളിച്ചയാണ് എന്ന വിലയിരുത്തലാണ് നമ്മൾ നടത്തിയത്. അതായത് പൂർവ്വ മാതൃകകളില്ലാത്ത സോഷ്യലിസം എന്ന ഒരു പുതിയ കാഴ്ചപ്പാടുമായി മുൻപോട്ട് പോയപ്പോ, സോഷ്യലിസം പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച പിശകുകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായത്. അത് സോഷ്യലിസം എന്ന ആശയത്തിന്റെ പരാജയമല്ല, അടിച്ചമർത്തപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന, പട്ടിണി കിടക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ ഏതു കാലം വരെ ഈ ലോകത്തിലുണ്ടാകുമോ അന്നുവരെ അവരുടെ വിമോചന പ്രതീക്ഷകൾക്ക് നിറം പകരാൻ സോഷ്യലിസത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് നമ്മൾ അന്ന് സ്വീകരിച്ചത്. പക്ഷെ അന്ന് നമ്മളെ പരിഹസിച്ചവരുണ്ട്. ലോകത്തിലെ ബൂർഷ്വാ പണ്ഡിതന്മാർ മത്സരിച്ച് പ്രബന്ധം എഴുതിയ ഒരു കാലമായിരുന്നു. ഫുക്കുയാമ അന്ന് എഴുതിയ പ്രബന്ധത്തിന്റെ തലക്കെട്ട് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്നായിരുന്നു, ചരിത്രത്തിന്റെ അന്ത്യം. അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഒരു പ്രയോഗമുണ്ട്: നാളിതുവരെയുള്ള മനുഷ്യ സമുദായത്തിന്റെ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. ആ ആശയത്തെ മുൻനിർത്തി ഫുക്കുയാമ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇനി അങ്ങോട്ട് വർഗങ്ങളില്ല, വർഗസമരങ്ങളുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ച ചരിത്രം അവസാനിച്ചു. ഇനി മുതലാളിത്തത്തിന്റെ ഏകപക്ഷീയമായ ജൈത്രയാത്രയാണ്. മുതലാളിത്തം 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 മാത്രം, മറ്റൊന്നുമില്ല എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. സാമുവൽ ഹണ്ടിങ്ടൺ ദ ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻസ് എന്നൊരു പുസ്തകം ആ ഘട്ടത്തിൽ എഴുതി. സംസ്കാരങ്ങളുടെ സംഘർഷം, അതിലൂടെ സ്വത്വരാഷ്ട്രീയ ചിന്തകൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഹണ്ടിങ്ടൺ മുൻപോട്ട് വെച്ച ആശയം: ഇനി മഹാവിപ്ലവങ്ങളോ തൊഴിലാളി വർഗ സാർവദേശീയതയോ വലിയ ബൃഹത് ഇതിഹാസങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയുള്ളത് ചെറിയ ചെറിയ സംഘങ്ങൾ മാത്രമായി, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ, ചെറിയ ചെറിയ സംഘങ്ങൾ. അവർ അതത് പ്രദേശത്തെ അതത് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ചെറിയ ചെറിയ സമരങ്ങൾ. അത് മാത്രമേ ഉള്ളൂ ഇനി ലോകം. ഇനി ലോകം മുൻപോട്ട് പോവുക ഓരോ പ്രദേശത്തെയും ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രൂപം കൊള്ളാൻ പോകുന്ന ചെറു ചെറു സംഘങ്ങളുടെ പ്രവർത്തനങ്ങളായിരിക്കും. വലിയ പ്രസ്ഥാനങ്ങളോ വലിയ പ്രക്ഷോഭങ്ങളോ മഹാവിപ്ലവങ്ങളോ ഇനിയില്ല എന്നാണ് പറഞ്ഞത്. നാം നമ്മുടേതായ നിലപാട് മുൻപോട്ട് വെച്ചു. ഇപ്പോ 2025 ജനുവരി മാസം 20-ാം തീയതി നാം സോഷ്യലിസത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ലോകമെമ്പാടുമുള്ള പണിയെടുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ പകർന്നു നൽകിയ, ഒരു നൂറ്റാണ്ട് മുൻപ് ഈ ലോകത്തെ മാറ്റിമറിക്കും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്ന ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകം ഏതേത് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് ഈ 2025 നാം തമ്മിൽ കാണുമ്പോൾ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രതീക്ഷ എത്രമാത്രം സമ്പന്നമാണ് എന്നത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സംശയവും വേണ്ട, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം മുതലാളിത്തം കണ്ട സ്വപ്നം അതുപോലെ അഭംഗുരം മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. പിന്നെയോ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സംഘടിതരായി. അവർ മുതലാളിത്തത്തിന്റെ ഹൃദയശൂന്യമായ ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ അണിനിരന്നു. ആ സമരങ്ങൾ ശക്തിപ്പെട്ടു. ചില രാജ്യങ്ങളിൽ അത്തരം സമരങ്ങൾ ഭൂരിപക്ഷത്തിന്റെ സമരമായി മാറി. ചില രാജ്യങ്ങളിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമരനായകന്മാർ ഭരണാധികാരികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുതലാളിത്തത്തിന്റെ ശക്തി ദുർഗങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെട്ടു. അവിടങ്ങളിൽ ഒരു ബദൽ ചിന്ത എന്ന നിലയിൽ അധികാരത്തിൽ വന്നവർ അവരുടെ കാഴ്ചപ്പാടായി ഉയർത്തിപ്പിടിച്ചത് സോഷ്യലിസമാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. എത്രയെത്ര രാജ്യങ്ങളിൽ ഇന്ന് അമേരിക്കയിൽ പ്രസിഡന്റായി ഒരിക്കൽ കൂടി ട്രംപ് അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ അമേരിക്കയുമായി അതിർത്തി പങ്കുവെക്കുന്ന മറ്റൊരു രാജ്യമാണ് മെക്സിക്കോ. അമേരിക്കയുമായി അതിർത്തി പങ്കുവെക്കുന്ന ഒരു രാജ്യം. ആ മെക്സിക്കോയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മെക്സിക്കോയിൽ അധികാരത്തിലിരുന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളാണ്. മുതലാളിത്ത ആശയം മുൻപോട്ട് വെക്കുന്നവരായി. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി 8 പതിറ്റാണ്ട് നീളുന്ന മെക്സിക്കോയുടെ
തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഇടതുപക്ഷക്കാരൻ മെക്സിക്കോയുടെ ഇടതുപക്ഷക്കാരി മെക്സിക്കോയുടെ പ്രസിഡന്റായി. ക്ലോദിയോ ഷെയ്ൻബാം പർദോ എന്നാണ് അവരുടെ പേര്. അവരുടെ പ്രത്യേകത മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റ് എന്നതോടൊപ്പം ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നുകൂടിയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല. എന്നാൽ അമേരിക്കയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന മെക്സിക്കോയിൽ ഇന്ന് ഒരു വനിത പ്രസിഡന്റ് ആയിരിക്കുന്നു. ആ വനിത ഇടതുപക്ഷത്തിന്റെ നേതാവാണ്. ആ ഇടതുപക്ഷം വിശാലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സഖ്യമാണ്. ആ സഖ്യം തങ്ങളുടെ വികസന പരിപ്രേക്ഷ്യമായി ഉയർത്തിപ്പിടിക്കുന്നത് സോഷ്യലിസമാണ്. ഇത് മെക്സിക്കോയുടെ മാത്രം അനുഭവമല്ല. മറ്റൊട്ടേറെ രാജ്യങ്ങളിൽ ഇപ്പോ ചിലിയുടെ പ്രത്യേകത നമ്മളെല്ലാം ആവേശത്തോടെ അനുസ്മരിക്കുന്ന വിപ്ലവത്തിന്റെ ഗായകൻ എന്ന് ലോകം മുഴുവൻ വാഴ്ത്തുന്ന പാബ്ലോ നെരൂദയുടെ നാടാണ് ചിലി. അവിടെയാണ് 42 വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സാൽവഡോർ അലൻഡെ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ അമേരിക്കൻ സൈന്യം നേരിട്ടിടപെട്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ കൊന്നുകളഞ്ഞു. ആ അട്ടിമറിയിലാണ് നെരൂദയും രക്തസാക്ഷിത്വം വരിച്ചത്. നെരൂദയും അലൻഡെയും എല്ലാം കൊല്ലപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ച ആ ചിലി എന്ന രാജ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യം, അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പാവ സർക്കാരാണ് ഭരിച്ചിരുന്നത്. അഗസ്റ്റോ പിനോഷെ എന്ന ഒരു പട്ടാളക്കാരന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ ഭരണകൂടമാണ് ചിലിയെ ഭരിച്ചത്. എന്നാൽ 4 പതിറ്റാണ്ട് പിന്നിടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 4 പതിറ്റാണ്ട് കാലത്തിന്റെ ചരിത്രം തിരുത്തി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സജീവ പങ്കാളിത്തമുള്ള ഇടതുപക്ഷ സഖ്യം അധികാരത്തിലേക്ക് വന്നു. 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥി നേതാവായിരുന്ന ഗബ്രിയൽ ബോറിക് എന്ന ചെറുപ്പക്കാരനാണ് ഇന്ന് ചിലിയുടെ പ്രസിഡന്റ്. ആ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് മായ ഫെർണാണ്ടസ് അലൻഡെ എന്നാണ്. പെട്ടെന്ന് മായ എന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളി ഛായ ആ പേരിനുണ്ട്. പക്ഷെ മലയാളിയൊന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്ന സാൽവഡോർ അലൻഡെ അമേരിക്കൻ കുത്തിത്തിരിപ്പുകളെ തുടർന്ന് കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ നേതാവ്. ആ അലൻഡയുടെ പേരക്കുട്ടിയാണ് മായ ഫെർണാണ്ടസ് അലൻഡെ. അവിടെ ഇപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുകയാണ് ചിലി എന്ന രാജ്യത്ത്. ഒരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ് ഹോണ്ടുറാസ്. 2006 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഹോണ്ടുറാസിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങൾ തെരഞ്ഞെടുത്തു. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, യാദൃച്ഛികതയാണ്. മാനുവൽ സലേയായിരുന്നു പ്രസിഡന്റ്. എന്നാൽ അമേരിക്കൻ കുത്തിത്തിരിപ്പുകൾ ആ രാജ്യത്തെ ഒരു അട്ടിമറിയിലേക്ക് നയിച്ചു. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അമേരിക്ക അവിടെ നിന്ന് നാടുകടത്തുന്ന സ്ഥിതി ഉണ്ടായി. ഏതാനും മാസങ്ങൾക്ക് 1-2 വർഷങ്ങൾക്ക് മുൻപ് ഹോണ്ടുറാസിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പൊ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, ഹോണ്ടുറാസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വനിതയാണ്. മെക്സിക്കോയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവരുടെ പേര് ഷിയോമാരോ കാസ്ട്രോ എന്നാണ്. കാസ്ട്രോ എന്ന പേരിന്റെ കൂടെ ഉണ്ടെങ്കിലും ഫിഡൽ കാസ്ട്രോയുടെ ആരുമല്ല. ഷിയാമാരോ കാസ്ട്രോയുടെ പ്രത്യേകത ഹോണ്ടുറാസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായിരുന്ന മാനുവൽ സലയെ 2009 അമേരിക്ക അട്ടിമറിക്കുകയും അവിടെ നാടുകടത്തുകയും ആ മാനുവൽ സലയുടെ ജീവിത പങ്കാളിയാണ്, ഭാര്യയാണ് ഷിയോമാരോ കാസ്ട്രോ. ഇങ്ങനെയാണ് കാലം ചില രാഷ്ട്രീയ പ്രതികാരങ്ങൾ നിർവഹിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ രാജ്യങ്ങൾ, 1-2 രാജ്യങ്ങളല്ല. ഇപ്പോ മലയാളികൾക്ക് സുപരിചിതനായ ഒരു എഴുത്തുകാരനാണ് ഗാബോ എന്നറിയപ്പെടുന്ന ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസ്. NS മാധവന്റെ മറ്റൊരു കഥയിലാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഡൽഹിയിൽ വെച്ച് 2 മലയാളികൾ തമ്മിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ എഴുത്തുകാരൻ ആരാണ് എന്നോ മറ്റോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. എന്ന് വെച്ചാൽ ഒരു മലയാളി എഴുത്തുകാരനെ പോലെ മലയാളി വായനക്കാർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന എഴുത്തുകാരനാണ്. കോളറ കാലത്തെ പ്രണയവും ഏകാന്തതയുടെ 100 വർഷങ്ങളുമൊക്കെ രചിച്ച നോബൽ സമ്മാന പുരസ്കാരം നേടിയ മാർക്കേസ്. ആ മാർക്കേസിന്റെ നാടാണ് കൊളംബിയ. ആ കൊളംബിയയിൽ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റായി. ഗുസ്താവോ പെട്രോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ കൊളംബിയ അദ്ദേഹം ഭരിക്കുകയാണ്. ഇങ്ങനെയുള്ള ലോകരാജ്യങ്ങളിലെ അനുഭവങ്ങളാണ് കഴിഞ്ഞ 1-2-3 വർഷങ്ങൾക്കിടയിൽ നമുക്ക് ചുറ്റും നടന്നത്. അതിനേക്കാൾ ത്രസിപ്പിക്കുന്ന അനുഭവമാണ് ബൊളീവിയയിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായത്. ബൊളീവിയയിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത് ഒരു ഇടതുപക്ഷ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ആർസെ എന്നാണ്. ലൂയിസ് ആർസയെ അട്ടിമറിക്കാൻ അമേരിക്ക സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അമേരിക്കൻ പരിശ്രമങ്ങളുടെ പ്രതിഫലനം എന്ന പോലെ പട്ടാളത്തിലെ ഒരു വിഭാഗം പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ കൂറുമാറി പ്രസിഡന്റിനെ അട്ടിമറിക്കാനായി ബൊളീവിയൻ സൈന്യത്തിലെ ഒരു വിഭാഗം സൈനിക മേധാവിയായ ജോസെ യുവാൻ സുരിഗ എന്നയാളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിന്റെ പാലസിലേക്ക് മാർച്ച് കവചിത വാഹനങ്ങളുമായി ബൊളീവിയൻ പ്രസിഡന്റിന്റെ പാലസിന് മുൻപിൽ ബൊളീവിയൻ സൈന്യത്തിന്റെ ഒരു വിഭാഗം എത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഈ സമയം ബൊളീവിയയുടെ പ്രസിഡന്റായിരുന്ന ലൂയിസ് ആർസെ, അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനില്ല. തന്റെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റിനെ അമേരിക്ക നേരിട്ടിടപെട്ട് അട്ടിമറിക്കാൻ പോകും. ഉടനെ ലൂയിസ് ആർസെ ബൊളീവിയൻ ടെലിവിഷനിലൂടെ തന്റെ ജനങ്ങളുടെ മുൻപാകെ ഒരു ആഹ്വാനം മുൻപോട്ട് വെച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആഹ്വാനം, നമ്മുടെ രാഷ്ട്രമിത അട്ടിമറിക്കപ്പെടാൻ പോകും. ഈ രാഷ്ട്രത്തെ, ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. നിങ്ങൾ ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ അണിനിരക്കണം എന്നതായിരുന്നു ആഹ്വാനം. പ്രസിഡന്റിന്റെ ആഹ്വാനം കേട്ട ബൊളീവിയയിലെ സാധാരണക്കാരായ ജനങ്ങൾ, 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് മാർച്ച്. അവിടെ എത്തിയപ്പോൾ സൈന്യം പ്രസിഡൻഷ്യൽ പാലസ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ സൈന്യവുമായി ഏറ്റുമുട്ടി. സൈന്യത്തിന് മനസ്സിലായി, ഈ ജനത്തെ പൊരുതി തോൽപ്പിക്കാനാവില്ല. എത്ര പേരെയാണ് വെടിവെച്ച് കൊല്ലുക? 10,000-കണക്കിന് വരുന്ന മനുഷ്യരാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ആ 10,000-കണക്കിന് വരുന്ന മനുഷ്യരുടെ ജനകീയ ഇച്ഛയ്ക്ക് മുൻപിൽ തോക്കെടുത്തിട്ട് കാര്യമില്ല എന്ന് പട്ടാളത്തിന് മനസ്സിലായി. പട്ടാളം പിന്തിരിഞ്ഞു. ആർത്തിരമ്പിയെത്തിയ ജനം പട്ടാള മേധാവിയായിരുന്ന സുരീഗയെ പിടികൂടി, അദ്ദേഹത്തെ തടവിലിട്ടു. അങ്ങനെ അമേരിക്കൻ കുത്തിത്തിരിപ്പിനെ ജനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്തിയ അനുഭവമാണ് ബൊളീവിയയിൽ ഉണ്ടായത്. ജനങ്ങൾ എങ്ങനെ സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി ആ രാജ്യത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഹ്യൂഗോ ഷാവേസിന്റെ വെനസ്വേല നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു നാടാണ്. അവിടെ വീണ്ടും പ്രസിഡന്റായി നിക്കോളാസ് മഡ്യൂറോ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹമായിരുന്നു മുൻപ് പ്രസിഡന്റ്. വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ വിജയം അംഗീകരിക്കാതെ വെനിസ്വേലയിൽ അമേരിക്കൻ പിന്തുണയോടെ വലിയ അഭ്യന്തര കലാപങ്ങൾക്കാണ് ചില ഗ്രൂപ്പുകൾ നേതൃത്വം കൊടുത്തത്. ഇപ്പൊ അതിനെ അടിച്ചമർത്താൻ സാധിച്ചു. ഇതെന്തിനാണ് അമേരിക്ക ഇങ്ങനെ അസഹിഷ്ണുവാകുന്നത്? അമേരിക്കയുടേത് രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളാണ്. വെനസ്വേല എന്ന് ഞാൻ പറഞ്ഞ ഈ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം, പെട്രോളിയം നിക്ഷേപമുള്ള രാജ്യം. ആ വെനസ്വേലയുടെ അധികാരം കൈക്കലാക്കി അവിടുത്തെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം. ഒപ്പം സൗത്ത് അമേരിക്കയിൽ എവിടെയും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാനാവുന്നുമില്ല. അതുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക സൈനിക ശക്തി ഉപയോഗിച്ച് ഇത്തരം ഗവൺമെന്റുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ അമേരിക്കൻ സൈനിക ശക്തിയെയും സാമ്പത്തിക സ്വാധീനത്തെയും അതിജീവിച്ചുകൊണ്ടാണ് ഞാനിവിടെ പരാമർശിച്ച രാജ്യങ്ങളിലെല്ലാം ഇടതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റുകൾ ഇതിനോടകം അധികാരത്തിൽ വന്നത്. ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാമുള്ള ഈ രാഷ്ട്രീയ മാറ്റത്തെ സാർവദേശീയ രംഗത്ത് വിശേഷിപ്പിക്കുന്ന വാക്ക് പിങ്ക് റെവല്യൂഷൻ എന്ന്, ചിലർ റോസ് റെവല്യൂഷൻ എന്ന് പറയും. എന്താണ് അതിന്റെ അർത്ഥം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. വിശാലാടിസ്ഥാനത്തിലുള്ള ഇടതുപക്ഷ സഖ്യങ്ങളാണ്. അക്കാര്യത്തിൽ ചിലപ്പോൾ കേരളം ഒരു മാതൃകയായിരിക്കും. ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിയാണ്, ഒരു സഖ്യമാണ്. യോജിക്കാൻ കഴിയുന്നവരുമായി യോജിച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഹൃദയശൂന്യതയെ എതിർത്ത്
ബദൽ നയം നടപ്പാക്കാൻ പരിശ്രമിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം രൂപപ്പെട്ടു വന്നത്. അവിടങ്ങളിലെല്ലാം രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സഖ്യങ്ങൾ പൊതുവായ ചില കാര്യങ്ങളിൽ യോജിക്കുന്നു. അത് മുതലാളിത്തം ഈ ലോകത്തിന്റെ സകല കുഴപ്പങ്ങൾക്കും കാരണമാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. സോഷ്യലിസമാണ് ബദൽ എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കേണ്ടതാണ് എന്ന കാര്യത്തിലും അവർ സമാന ഹൃദയരാണ്. ആ അർത്ഥത്തിൽ വിശാലമായി സംഘടിപ്പിക്കപ്പെട്ട സോഷ്യലിസം ലക്ഷ്യമായി കാണുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യങ്ങൾ അമേരിക്കയുടെ മൂക്കിനു താഴെ അതിർത്തിക്കപ്പുറത്തു വരെ ലോകമാകെ സ്വീകാര്യത നേടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇപ്പൊ ബ്രിട്ടൻ ഇതിലൊന്നും പെടുന്ന രാജ്യമല്ല. പക്ഷെ ബ്രിട്ടനിലും നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 14 വർഷത്തെ രാഷ്ട്രീയ മേധാവിത്വമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടേത് അവസാനിച്ചത്. അവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഇപ്പൊ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ പേരിലൊരു ലേബർ ഉള്ളത് കൊണ്ട് അതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് എന്നൊന്നും നമ്മൾ ധരിക്കണ്ട. അവിടെ പല കാര്യങ്ങളിലും യാഥാസ്ഥിതിക നിലപാടുകൾ പിന്തുടരുന്നവർ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, ഒരു ഭാഗത്ത് കൺസർവേറ്റീവുകളും മറുഭാഗത്ത് ലേബർ പാർട്ടിയും നിന്നാൽ തമ്മിൽ ഭേദം ലേബർ പാർട്ടിയാണ്. ആ തമ്മിൽ ഭേദത്തിന്റെ ഒപ്പം ബ്രിട്ടനിലെ ജനങ്ങൾ നിന്നു എന്നതാണ്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിലെ തീവ്ര വലതുപക്ഷത്തിനേറ്റ തിരിച്ചടി നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലോകത്തിന്റെ മറുപാതിയിലുള്ള കാര്യങ്ങളാണ്. മറുഭാഗത്ത് നമുക്കത് വിടാം. നമ്മുടെ അടുത്ത് ഈ കൊച്ചു കേരളത്തിന്റെ അയൽ ഭൂപ്രദേശമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ പാലക്കാട്ട് നിന്ന് രാമേശ്വരത്ത് പോയാൽ ആ രാമേശ്വരത്ത് ധനുഷ്കോടിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിന്ന് 18 മൈലേ ഉള്ളൂ സമുദ്രത്തിലൂടെ. ഒരു കൊച്ചു രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേരളത്തിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതെന്ന് ആലങ്കാരികമായി പറയാവുന്ന ശ്രീലങ്ക. ആ ശ്രീലങ്കയിൽ അടുത്ത കാലം വരെ അധികാരത്തിലിരുന്നത് യാഥാസ്ഥിതിക വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വമാണ്. അവിടെ ഇപ്പൊ വന്ന മാറ്റം നമ്മളെല്ലാം ആവേശപൂർവം വിവിധ മാധ്യമങ്ങളിലൂടെ അത് തിരിച്ചറിഞ്ഞതാണ്. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിലെത്തി. AKD എന്നറിയപ്പെടുന്ന അനുരകുമാര ദിസനായകെ ആണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്കയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഈ വിജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു, പിന്നീടാണ് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്? ആദ്യം പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റുകൾ നേടി സുവ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് അനുരകുമാര ദിസനായകയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ സഖ്യം വിജയിച്ചത്. ഞാനിവിടെ ഈ കണക്ക് പറയാൻ കാരണം അതിന്റെ തൊട്ടു മുൻപ് എന്ന് വെച്ചാൽ ഒരു 2 മാസം മുൻപ് ശ്രീലങ്കൻ പാർലമെന്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ എത്രയായിരുന്നു? എത്ര MP-മാരാണ് ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്? ചില ആളുകൾ CPIM-നെ പരിഹസിക്കാൻ, ഇകഴ്ത്താൻ ചോദിക്കാറുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾക്ക് എത്ര അംഗങ്ങളുണ്ട് എന്നൊക്കെ. നമുക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോ ലോകസഭയിൽ 4 അംഗങ്ങളേ ഉള്ളൂ. നമ്മൾ അവരോട് മറുപടി പറയാറുണ്ട്, പാർലമെന്റിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രാഷ്ട്രീയ നയങ്ങളുടെ പ്രസക്തി നിർണയിക്കപ്പെടുക. CPIM-ന് വോട്ട് ചെയ്യാത്തവരുൾപ്പെടെയുള്ള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നയങ്ങളാണ് നമ്മൾ രൂപീകരിക്കുന്നത്, സ്വീകരിക്കുന്നത്. ആ നയങ്ങൾ മുൻപോട്ട് വെച്ച് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പിന്തുണ ആർജിക്കാൻ, അവരുടെ എല്ലാം വിശ്വാസം ആർജിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷ CPIM വെച്ച് പുലർത്തുന്നത്, നാം മുൻപോട്ട് വെക്കുന്ന നയം, അത് നാം മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഇന്ത്യയിലെ സാധാരണക്കാരുടെ അടിമ ജീവിതത്തെ വിമോചിപ്പിക്കാൻ ഉതകും എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. അത് മാത്രമേ അതിന് ഉതകൂ എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് പറഞ്ഞു വന്നത്. ശ്രീലങ്കൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒടുവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ആകെ ഉണ്ടായിരുന്ന പാർലമെന്റ് മെമ്പർമാരുടെ എണ്ണം 3 ആണ്. 3. 225 അംഗ പാർലമെന്റിൽ 3 അംഗങ്ങളാണ് അനുരകുമാര ദിസനായക നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത് 159 മാറി.
3-ൽ നിന്ന് 189-ലേക്കുള്ള യാത്ര കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായി. അപ്പോ ആ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇത് ആവർത്തിക്കുമെന്ന് പ്രവചിക്കാനല്ല ഞാൻ മുതിരുന്നത്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് പരാജയവും അനാദികാലത്തേക്കുള്ള പരാജയമല്ല. ഒരു തിരഞ്ഞെടുപ്പ് വിജയവും ലോകാവസാനം വരെയുള്ള വിജയവുമല്ല. ജനങ്ങൾക്കെന്നാണോ തങ്ങൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് ബോധ്യം വരിക, ശരിയായ തിരിച്ചറിവ് നേടുക, അവരപ്പോ ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത മഹാശക്തിയായി രൂപപ്പെടും എന്ന് നമ്മുടെ തൊട്ടയൽ പ്രദേശമായ ശ്രീലങ്കയിലെ ജനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും ലോകത്തിലെ ആഗോള വിശപ്പ് സൂചികയിൽ 105-ാം സ്ഥാനത്തുള്ള, എന്നുവെച്ചാൽ ആകെ 125 പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം. ലോകത്തിലെ ഒരു പരമ പട്ടിണി രാജ്യമായി സ്വാതന്ത്ര്യലബ്ധിക്ക് 3/4 നൂറ്റാണ്ട് പ്രായമാകുമ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജീവിത പ്രയാസങ്ങളിൽ, ദുരിതത്തിൽ, പട്ടിണിയിൽ, സാമ്പത്തിക അരാജകത്വത്തിലൊക്കെ പൊറുതിമുട്ടിക്കഴിയുന്ന നമ്മുടെ രാജ്യം മാറ്റത്തിന് വേണ്ടിയുള്ള ആ രാഷ്ട്ര ജനങ്ങളുടെ താല്പര്യം ഇന്ന് അവരെ ചൂഷണം ചെയ്ത്, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത്, വർഗീയമായി മനുഷ്യരെ ധ്രുവീകരിച്ച്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന സ്ഥിതി അനാദികാലം ഇന്ത്യയിൽ തുടരും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. നമ്മുടെ രാജ്യത്തും ജനങ്ങൾ തങ്ങളുടെ വിമോചനത്തിന്റെ പാത കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനവരെ പ്രാപ്തരാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കണ്ണി ചേർക്കാൻ അവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നതല്ലാതെ മറ്റു കുറുക്കുവഴികളൊന്നുമില്ല താനും. ഇപ്പോഴും സോവിയറ്റ് യൂണിയന്റെ തിരിച്ചടിക്ക് 3.5 പതിറ്റാണ്ട് പ്രായമായ ഈ കാലത്ത് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ മുതലാളിത്തത്തിന് ബദലായി ഉയർത്തിപ്പിടിക്കുന്നത് സോഷ്യലിസമാണ്, മറ്റൊന്നുമല്ല. ആ സോഷ്യലിസം എന്ന മുദ്രാവാക്യത്തിന് വിവിധ ലോകരാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ തന്നെ അംഗീകാരം നൽകുകയും ചെയ്യും. അങ്ങനെ അംഗീകാരം നേടിയ രാജ്യങ്ങളിലെ ചില അനുഭവങ്ങളാണ് വളരെ ഹ്രസ്വമായി ഞാനിവിടെ സൂചിപ്പിച്ചത്. ആ അനുഭവങ്ങൾ നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിലും ഇപ്പോ രാഷ്ട്രീയാധികാരം നിർണയിക്കുന്നതായി മാറി. ശ്രീലങ്കയിലും നേപ്പാളിലുമെല്ലാം നാം കണ്ടത് അതാണ്. ഇവിടെ മനുഷ്യർ, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ, ചൂഷണത്തിനിരയാവുന്ന മനുഷ്യർ, കഷ്ടപ്പെടുന്നവർ, പട്ടിണി കിടക്കുന്നവർ, ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരോടെല്ലാം നീതി ചെയ്യാൻ സോഷ്യലിസത്തിനെ സാധിക്കൂ എന്ന്, ചൂഷണമില്ലാത്ത ഒരു ലോകക്രമത്തിന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ എന്ന് വർത്തമാനകാല ലോകവും തെളിയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സമകാലിക സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.